സോ ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത് ആൽഫയുടെ ഒഫീഷ്യൽ ട്രെയിലറാണ് ഗൈസ്. YRF യൂണിവേഴ്സിലെ അടുത്ത മൂവി. സോ ഗൈസ്, ഞാൻ എന്ന് പറഞ്ഞ പോലെ തന്നെ ടീച്ചറിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഈ പറഞ്ഞ പോലെ തന്നെ ഗൈസ്, എനിക്ക് ഈ YRF യൂണിവേഴ്സ് ഇഷ്ടമാണ് ഗൈസ്. എനിക്ക് റിയലിസ്റ്റിക് അങ്ങനെ മാത്രമുള്ള പടങ്ങൾ മാത്രമല്ല, എനിക്ക് കുറച്ച് സ്റ്റൈലിഷും കുറച്ച് VFX പരിപാടിയൊക്കെ ഉള്ള ഈ YRFിൻ്റെ സ്പൈ യൂണിവേഴ്സ് ഭയങ്കര ഇഷ്ടമാണ്. സോ അതിൻ്റെ അകത്ത് ആകെ എനിക്ക് ഇഷ്ടപ്പെടാത്ത പടം എന്ന് വെച്ചാൽ വാർ 2 മാത്രമാണ് ഗൈസ്. ബാക്കിയൊക്കെ ഒരു ആവറേജ് പോലും പറ്റുമെന്ന് പറയുന്നൊരു പടങ്ങളാണ്. അതിൻ്റെ പത്താനൊക്കെ ഞാൻ തിയേറ്ററിൽ പോയി കണ്ട പടമാണ് ഗൈസ്. പത്താനെ കിടിലൻ പടമായിരുന്നു, തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു ഗൈസ് അതൊക്കെ. ആൻഡ് വാറും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പടമാണ്. ആൻഡ് നമ്മുടെ ടൈഗർ ആയിരിക്കും. അപ്പോൾ ടൈഗറിൻ്റെ ലാസ്റ്റ് പാർട്ട് അത്ര ഒരു സെക്കൻഡിൻ്റെ അത്രയൊന്നും വന്നില്ല. സെക്കൻഡ് കിടിലൻ പടമായിരുന്നു കേട്ടോ. സെക്കൻഡ് കുറേ കിടിലൻ സീൻസൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് പക്ഷേ ടൈഗർ 3 അത്ര ഒരു ഇതായിരുന്നില്ല എനിക്ക്. ജസ്റ്റ് ആൻഡ് ഓക്കെ. അതിന് ശേഷം എന്തോ ഗൈസ്, വാർ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ വാർ 2 അന്ന് ഈ ജൂനിയർ NTR എന്ന് പറഞ്ഞൊരു പുള്ളിയെ കൊണ്ടുവരേണ്ട ഒരേ ആവശ്യമില്ലായിരുന്നു. വേറൊരു ആക്ടറിനെ കൊണ്ടുവന്ന, ടൈഗർ ഷ്രോഫിനെ പോലെ വേറൊരു ആക്ടറിനെ എല്ലാം കൊണ്ടുവന്നായിരുന്നു ഹിന്ദിയിൽ നിന്ന് തന്നെ. അതാകുമ്പോൾ അവർക്ക് അവിടെ ഒരു ഇഷ്യൂ വരുത്തില്ല കേസ്. പുള്ളി വായിച്ചാലും ഇല്ല, അങ്ങനത്തെ ഒരു ക്യാരക്ടറായിരുന്നു അത് എഴുതി വെച്ചത്. പക്ഷേ പിഴപ്പിച്ചപ്പോൾ പിടച്ചു പോയി. അങ്ങനെ വാർ 2 വൺ ഫെയിലിയർ ആയിരുന്നു ഈ. അപ്പോഴാണ് ദുരിതം ഇറങ്ങിയത്. സോ വെരി ഗൈസ്, നമുക്ക് എന്തായാലും ആൽഫയുടെ ഒഫീഷ്യൽ ട്രെയിലർ കാണാം. ആലിയ ഭട്ട്, ഷർവാരി, ബോബി ഡിയോള്, അനിൽ കപൂർ ഒക്കെയാണ് ഗൈസ്. എനിക്ക് തോന്നുന്നു ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ശിവറയിൽ എന്ന് പറഞ്ഞ പുള്ളിയാണെന്ന് തോന്നുന്നു. അത് ശിവ് റബൈ. ആദിത്യ ചോപ്ര, അക്ഷയനി. സ്ക്രീൻ പ്ലേ എഴുതിയിരിക്കുന്നത് സൗമിൽ ശുക്ലയും ശ്രീധർ രാഘവനും കൂടെ. മ്യൂസിക് രോഹൻ ഷാൻ്റെ പേര്. ഇത് എല്ലാവരുടെയും പേരുണ്ടോ? സ്റ്റോറി ഉദയ് ചോപ്ര തന്നെയാണ് ഗൈസ്. പൊളി. ഓക്കെ ഗൈസ്, വെരി ഗൈസ്, നമുക്ക് എന്തായാലും ട്രെയിലർ കാണാം. 3-ാം തീയതി ജൂലൈ 3-നാണ് ഗൈസ് പടം തിയേറ്റർ റിലീസ് ഇറങ്ങുന്നത്. ഇടയ്ക്ക് വെച്ച് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് OTT റിലീസൊക്കെ ആയിരിക്കും എന്നൊക്കെ ഇങ്ങനെ കേട്ടായിരുന്നു. ബട്ട് എന്തോ തിയേറ്റർ റിലീസ് തന്നെ ചെയ്യുന്നുണ്ട് ഗൈസ്. വെരി ഗൈസ്, ഐ ആം വെയിറ്റിംഗ് ആലിയ ഭട്ട്. ആൻഡ് എൻ്റെ കഴിഞ്ഞ ടീസറിൽ ഷെർവാരിയെ കാണിച്ചിട്ടില്ല ഗൈസ്. ബട്ട് ഈ ട്രെയിലറിൽ ഷെർവാരി എന്തായാലും കാണിക്കും. സോ ഇതൊന്ന് ഓണാക്കട്ടെ ഗൈസ്. സ്റ്റാർട്ട് റെക്കോർഡിങ്. ഓക്കെ ഗൈസ്, നേരെ ട്രെയിലറിലേക്ക് പോവാം. 3, 2, 1 ഗോ. ഒരു കൊച്ചി. What should we call her, sir? What should we call her? नाम जानकी था, हम इसे सीता बुला ഓ, അമ്മ ജാനകിയുണ്ട്, നമുക്ക് ഇവിടെ സീതയെന്ന് വിളിക്കാം. आवेंगे। വീഡിയോ कहानी सुनाती हूँ। പറയൂ ചേച്ചി. एक राक्षस അല്ലേ था। ചേച്ചി? There was once a demon. घमंड उसका शस्त्र था। Arrogance was his weapon. वो धोखे से राज करता था ഓ, और झूठ से जीतता। കളറിങ്. ആ തുടക്കത്തെ സീൻ്റെ കളറിങ് കൊള്ളാൻ ഗൈസ്. एक दिन एक राजकुमारी को अपने घर ले गया। इतिहास जानता है ये कहानी कैसे खत्म हुई। पर आलिया इस भट्ट। बार सीता आज लंका खुद जलाने आई। ഓ, ശബ്ദം ഭയങ്കര കുറവാണ്. हाय बॉयज। ഓ, ആ സീൻ്റെ കണ്ടായിരുന്നു ഇത്. ആ ബൈക്ക് ഓട്ടിച്ച അതിൻ്റെ ഒരു കളറിങ് കണ്ട നമ്മൾ മറ്റേ മൗണ്ടൻ ഡ്യൂവിൻ്റെയൊക്കെ ആഡൊക്കെ കാണത്തില്ലേ, അതുപോലെ ഇരിക്കുന്നു. ഓവറോൾ പടത്തിൻ്റെ കളറിങ് കൊള്ളാം ഗൈസ്. ഓ, ഷർവാരിയുടെ സീൻ വന്നപ്പോൾ സ്പോർട്സ് ആഡായി ഗൈസ്. ഓ, രണ്ടുപേരും കൂടെ അടിയൊക്കെ ഉണ്ട് ഗൈസ്. मुझे सिर्फ तुमसे बात करनी है। रोक लो तो बात कर लो। ആലിയ ഭട്ട് ആൻഡ് ഷർവാരി. അൽഫ, അനിൽ കപൂർ. अल्फा प्रोग्राम उसका जुनून है और जो भी उसके रास्ते में आता है वो उसे मार देता है। ഓ, मैं जो बना रहा हूँ वो इतिहास ഐ ആം മേക്കിംഗ് ഹിസ്റ്ററി. പുള്ളി എന്തോ ഉടായ്പ പരിപാടി ചെയ്ത് തുടങ്ങിയതായി ആൽഫ എന്നും പറഞ്ഞ്. ക്രിയേറ്റിംഗ് സോൾജേഴ്സ്, है। ഡെഡ്ലി സോൾജേഴ്സ്. फतेह को रोकोगे अनिल कपूर। अपने जंगल का शेर है वो। शुरू करो अग्नि परीक्षा। ആഷ്രാജ് ഫിലിംസ്. ഓ, അതൊക്കെ മറ്റേ മൗണ്ടൻ ആഡിൻ്റെ കളറിങ് ഗൈസ്. മൗണ്ടൻ ഡ്യൂവിൻ്റെ ഒക്കെ ആഡിൻ്റെ പോലത്തെ കളറിങ്.
of two deadly girls. ഓ ശരി വളഞ്ഞേക്ക് വളഞ്ഞു. ഓ പിടിച്ചു इंडिया പിടിച്ചു. ने अल्फा की कदर नहीं की, अब इंडिया अल्फा से डरेगा. They will fear Alpha. Oh, वो वेट कर रहा है तुम्हारा. it's waiting for you. ये हमें बचाएगा. वो ഹൃത്തിക് റോഷൻ. എടാ മ്യൂസിക് കൊള്ളായിരുന്നു കേട്ടാ. ട്രെയിലർ കട്ട കുറച്ച് അലമ്പായിട്ടുണ്ട് പക്ഷെ കുഴപ്പമില്ല. പടത്തിൽ ഇതൊക്കെ മതി. എനിക്ക് ഈ സാധനം ഓഫ് ചെയ്താ പടത്തിന് ഇതൊക്കെ മതി. ഇത്രയും വലിയ സംഭവമൊന്നുമില്ല. ബട്ട് ആക്ഷൻ സീൻസൊക്കെ കൊള്ളാം. ആ ഒരു ആക്ഷൻ സംഭവങ്ങളൊക്കെ കൊള്ളായിരുന്നു. പക്ഷെ ചിലയിടത്ത് അവരെ ഒരു ഹൈക്കിംഗ് ഒക്കെ പോലെ കാണിക്കുന്നില്ലേ ഗൈസ്. അത് ഫുള്ളിങ്ങനെ ഒരു മൗണ്ടൻ ഡ്യൂവിൻ്റെ ആഡ് പോലെ ഇരിക്കും. അവിടുന്ന് ആക്ഷൻ സീൻസ് കണ്ടിന്യൂഷൻ ഉണ്ട്. എന്താണ് ആ ബൈക്കിൽ പോകുന്ന സീൻസൊക്കെ ചിലപ്പോൾ അതായിരിക്കും. ഇതാണ്ട് ഗൈസ് ദിസ് ഫസ്റ്റ് ഫിലിം യൂണിവേഴ്സ് ഇൻ ദ യൂണിവേഴ്സ് ഈസ് ഏക്ത ടൈഗർ സൽമാൻ ഖാൻ. അതിൻ്റെ ഫോളോഡ് യൂണിവേഴ്സാണ് ടൈഗർ സിന്ദാഹെ. രണ്ടാമത്തേത് വാറാണ്. വാറിന് ശേഷമാണ് പത്താൻ വരുന്നത്. പത്താനായിരുന്നു 4th ഇൻസ്റ്റാൾമെൻറ്റ്. പത്താന് ശേഷമാണ് ടൈഗർ 3 വരുന്നത്, 5th ഇൻസ്റ്റാൾമെൻറ്റ്. ആൻഡ് ഇമ്രാൻ ഹാഷിം ഇത് വാർ 2 ആയിരുന്നു 6th ഫിലിം. NTR ഹൃത്തിക് റോഷനൊക്കെ വന്നത്. ആൽഫ ഈസ് ദ 7th ഫിലിം ഓഫ് ദ ഫ്രാഞ്ചൈസ് സ്റ്റാറിങ്. ഇത് പടത്തിൻ്റെ സ്പൈഡർവേഴ്സ് ഇങ്ങനെ തീരുന്നതനുസരിച്ച് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് യൂട്യൂബിൽ. അതെന്തായാലും കൊള്ളാം ഗൈസ്. വെൽക്കം ടു ദ ന്യൂവസ്റ്റ് ചാപ്റ്റർ ഓഫ് ഹോപ്പ് ഇവരിത് നൃത്തത്തിനെന്നാണ് ചെയ്തത്. ഒരു എൻഡ് ഗെയിം ടൈപ്പ് എന്തെങ്കിലും ഒരു നൃത്തത്തിൻ്റെ അവസാനം കാണണമെന്നുണ്ട്. ഇവർ ഈ എല്ലാവരും ഒരു യൂണിവേഴ്സ് ഇങ്ങനെ തുറന്നു വെക്കും. പക്ഷെ ഇതിനൊന്നും ഒരു എൻഡിങ് തരത്തില്ല. മറ്റേ അറിയാമല്ലോ നമ്മുടെ LC ഒക്കെ അവിടെ കിടപ്പുണ്ട്, ഒരു കാര്യമില്ലാതെ. സോ വെയിറ്റ് ചെയ്യാൻ ഗൈസ്, വരട്ടെ. നമുക്ക് നല്ലൊരു പടമായിരിക്കും. കുറച്ച് ഞാൻ ഇത് അത്രയും ദുരന്തർ പോലത്തെ ഒരു പടമാണെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ലേ. കാരണം എനിക്കറിയാം ഇവരുടെ എന്തോ പരിപാടിയാണ്. സോ അതുകൊണ്ട് എനിക്കൊരു പ്രതീക്ഷയില്ല ദുരന്തർ പോലത്തെ ഒരു പടം ഇപ്പം എടുക്കത്തില്ല ഗൈസ്. അങ്ങനത്തെ ഒരു പടമല്ല ഇത് ടൈപ്പൊന്നും എനിക്കറിയാം. സോ നല്ലൊരു പടമായിരിക്കും ഇത് വരാൻ പോകുന്നത്. 3rd ജൂലൈ ആണ് ഗൈസ്. ഇനിയും കുറേ പ്രൊമോഷണൽ മെറ്റീരിയൽസൊക്കെ വരും. ഞാൻ വിചാരിച്ചത് ആദ്യം ഇവർ ആലിയ ഭട്ടിൻ്റെ ഒരു ടീസർ വിട്ട്, അപ്പം ഞാൻ വിചാരിച്ചത് ഈ ആലിയ ഭട്ടിനെ കാണിച്ചുകൊണ്ട് ഇനി ഷെർവാനിക്ക് പ്രത്യേക ഒരു ടീസർ ചെയ്യുമായിരുന്നു. പക്ഷേ അവർ ചെയ്തില്ല. എങ്കിലും എടുത്ത് പറയുന്ന കാരണം എന്ന് വെച്ചാൽ ഇത് കുഴപ്പമില്ല ഗൈസ്, കൊള്ളാം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്തിട്ടുണ്ട്. ആൻഡ് അവസാനത്തെ ഹൃത്തിക് റോഷൻ്റെ ആ ഐ ഷോട്ട് കിട്ടിയതായിട്ടുണ്ട് ഗൈസ്. അത് സൂപ്പറായിരുന്നു. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതി ആയിരിക്കും ഗൈസ്. നല്ലൊരു പടമായിരിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിച്ചത്. സോ എന്തായാലും പടം വരട്ടെ. 3rd ജൂലൈയിലാണ്. ഇനിയും പ്രൊമോഷണൽ മെറ്റീരിയൽസ് പാട്ടൊക്കെ വരും. പാട്ടൊക്കെ നമുക്ക് പറ്റിക്ക് റിയാക്ട് ചെയ്യാം ഗൈസ്. നല്ല പാട്ടൊക്കെയാണ് ഞാൻ റിയാക്ട് ചെയ്യും. നമ്മൾ വാർ 2 പാട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ട് ഗൈസ്. മറ്റേ TR അഡ്മിനിയുടെ ബിറ്റ് ബീസിങ്ങുള്ള. അപ്പം അടിപൊളി പാട്ടൊക്കെ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിൻ്റെ അകത്ത് 2 പേര് മ്യൂസിക് ചെയ്തിട്ടുണ്ട് ഗൈസ്. റോഹാൻ ആൻഡ് അബീറോ ഇങ്ങനെ കണ്ട പേര്. സോ അടുത്തൊരു വീഡിയോ ഇട്ട് നേരെ ബൈ ഗൈസ്. സോ ചാനലിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ട്രെയിലറിനെ കുറിച്ച് എന്ത് തോന്നിയെന്ന് പറയാം ഗൈസ്. അടുത്തൊരു വീഡിയോ ഇട്ട് നേരം ബൈ.